എന്താ പേര്? നിങ്ങളുടെ പേരോ? മൻസൂർ. എന്താ പരിപാടി? ഇവിടെ മൊത്തം ക്ലീൻ ആക്കി അടിച്ച് വൃത്തിയാക്കും. പ്ലാസ്റ്റിക് ഒക്കെ വേർതിരിച്ച് ഞങ്ങളെല്ലാം മാറ്റി പ്രത്യേകം ചാക്കിലാക്കി കെട്ടി വയ്ക്കുന്നതാണ്. നമ്മൾ നാടൊന്ന് അടിച്ചു വൃത്തിയാക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയതാ. ഞങ്ങൾ രാവിലെ 6 മണിക്ക് അതായിരുന്നു. മദ്യമൊക്കെ ഒരുപാടായി, മയക്കുമരുന്ന് എന്താ ചെയ്യുക? എല്ലാം മാറ്റണം. എന്റെ വീട് പോയിട്ട് 4 വർഷം കഴിഞ്ഞ് ഇതുവരെയായിട്ട് എനിക്ക് ഇതുവരെയും വാടക കിട്ടുന്നില്ല. പോരാ വീട് പോയിട്ടോ? കടല് പോയി എടുത്തിട്ട് പോയിട്ട് സാറേ. ഒന്നാമത്തെ ഇതുവരെയായിട്ട് 1 മാസത്തെ വാടകയും കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ വീട് പോയി കുറച്ച് ഭാഗമൊക്കെ കിടക്കുന്ന അവിടെയാണ്. കടലിങ്ങോട്ട് കയറിയതല്ലേ? കടൽ കയറി പോയതാണ്. അവിടെയാണെന്ന് വെച്ചാൽ സാറേ 24 മണിക്കൂറും ഒരു 10 പേര് വരും, 10 പേര് പോകും. എവിടെയുള്ള നമുക്കൊന്നും പറയാൻ പറ്റൂല. അവർ നമ്മുടെ വീട് കയറി ആക്രമിക്കുക എടുക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഭയങ്കര കുടിശല്യ സാറേ. എങ്ങനെയെങ്കിലും അതിനൊരു പ്രതിവിധി. ഒരുപാട് കുടിയന്മാരുണ്ടോ? ഒരുപാട് കുടിയന്മാരുണ്ട്. മറ്റേ ഭാഷണുണ്ടോ? MDMA പോലൊക്കെയുള്ള? സാറേ നമുക്ക് അറിഞ്ഞൂടാ. 5 പേര് വരും, 5 പേര് പോകും. ഇത് ഏത് സമയത്തേക്കാ വരുന്നത്? എല്ലാ സമയവും വരും സാറേ. നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇതിപ്പോ കണ്ടോണ്ടിരുന്ന ചാനൽ കാണുന്നെന്ന് പറഞ്ഞാൽ അതുകൾ നമ്മളിങ്ങനെ പറഞ്ഞു അതൊന്നുമില്ല. അത് വേറെ കളി. പറയെടുക്കുക ചെയ്യോ എന്താ. ഇതൊക്കെയാണെ പിന്നെ കേരളത്തെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതിനെന്തെങ്കിലും പ്രതിവിധി കിട്ടണം. ഇതെന്ത് വെള്ളരിക്കാ പട്ടണോ? ഇങ്ങോട്ട് വിളിച്ചേ, കയ്യിലെ വിളിച്ചേ. ഒന്നാമത്തെ കാര്യം എനിക്ക് വാടക കിട്ടണം. പിന്നെ എനിക്ക് വീടില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേ. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് സാറിപ്പോ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് കടൽ വഴി ഓടി വന്നതാണ്. ഓടിയോ? കടലിന്റെ സൈഡിൽ കൂടെ പട്ടി പിടിക്കുന്നതും പിടിക്കാത്തതും നിൽക്കുന്നത് കണ്ടിട്ട് നമുക്ക് നോക്കാം. നോക്കാൻ പറഞ്ഞാ പോരെ സാറേ. പ്രതിവിധി കണ്ടു. നിങ്ങളുടെ പേരും വിവരങ്ങളും ഒക്കെ ഈ നമ്മുടെ വീടിന്റെ മന്ത്രിയുണ്ട് സാനു പച്ചാളം. അതെ 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 ശരി. അതായത് ഒന്ന് പറഞ്ഞു കൊടുത്താലേ നമുക്ക് നോക്കാം. ശരി സാറേ. എല്ലാത്തിനും പ്രതീക്ഷ വയ്ക്കുക. അതെ, പ്രതീക്ഷ സാറിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ വിജയ ഇവിടെ വളരെ സങ്കീർണമാണ്. അപ്പൊ നമ്മുടെ ഒരുപാട് പ്രേക്ഷകരൊക്കെ കമന്റ്സ് ഒക്കെ അയക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചെന്നറിയോ, നിങ്ങളുടെ വാർത്തയില് പദം ഊന്നുമ്പോ ഞാൻ ഈ പ്രേക്ഷകരുടെ പ്രതികരണത്തില് അതിനിടയില് ഒരു കോംപ്ലിമെന്റ് വന്നിട്ടുണ്ട്. വിജയകുമാറും ആഷ്മിയും SKന്റെ അടിമകളാണ്. എന്തൊരു കാലമാണ് ഉച്ചൊക്കെ. ഓരോ പ്രേക്ഷകനോരും തോന്നുന്നത് ഇതിനകത്ത് അടിമ ഉടമ ബന്ധം വല്ലതാണോ ചാനലിൽ? നിങ്ങൾക്ക് അറിയുന്നത് എന്തറിയാം, വേറെ ഏത് കമ്പനികളെക്കാളും വളരെ സൗഹൃദത്തോട് പോകുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഈ മാധ്യമത്തിൽ. ഇപ്പൊ ആഷ്മി ഇപ്പൊ രാവിലെ വരിക എന്റെ പൊക്കിനിട്ടൊരു ചവിട്ട് തരണമെന്ന് തോന്നുക. അതുപോലും ചിലപ്പോ സാധ്യമാകും മാധ്യമത്തിൽ, അല്ലേ വിജയ? ഓക്കെ, അപ്പൊ അവരറിയട്ടെ ഇത് അങ്ങനെയൊന്നും അല്ല. അത് ചില ആൾക്കാരെ നമ്മളെ രാവിലെ പ്രകോപിപ്പിച്ച് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുക. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, അരുത് അക്രമം, അരുത് ലഹരി. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കത്തില്ല. ഇനിയിപ്പോ നമുക്ക് വിജയ നമുക്ക് ഇന്നിപ്പോ നമ്മളുടെ ഇന്നത്തെ യാത്രയുടെ വിവരങ്ങൾ നമ്മൾ ഇന്നിപ്പോ ഇവിടുന്ന് ഇല്ല അത് പറയാണ്. ഷഫീദ് അതിന്റെ വിവരങ്ങൾ നൽകും. നമ്മൾ ശംഖുമുഖത്ത് തുടങ്ങിയപ്പോൾ തന്നെ SK നമ്മൾ കണ്ടത് കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പോലീസിന്റെ ഇടപെടലുണ്ട് അവർക്ക്, പക്ഷേ അതുകൊണ്ട് മാത്രം അമർച്ച ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറെ കൂടി ശക്തമായ പോലീസിംഗ് ഈ മേഖലയിൽ വേണമെന്നതാണ് നമ്മുടെ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ അപകടകാരികളുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കട്ട സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നന്നായി. എന്ന് വെച്ചാൽ നാട്ടുകാർ മുഴുവൻ ഇളകിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം, നമ്മുടെ പഴയ ആ അഭിമാനമുള്ള കേരളമില്ലേ, അതായി മാറും. കേരളത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ചില്ലറ ചെറിയ പരിക്കുകൾ, അല്ലേ? യാത്ര ഇപ്പൊ ഓരോ ജില്ലയിലും പോകുന്ന വഴിക്ക് അവിടങ്ങളിലൊക്കെ ഒരു പ്രതിരോധ സേന കൂടി ഉണ്ടാക്കണം. മാത്രമല്ല നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ചിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതും നമ്മൾ പറഞ്ഞതും ഒക്കെ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കും. വളരെ ശാസ്ത്രീയമായിട്ട് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് ഈ ഒരു 10-30 ദിവസമാണ് നമ്മുടെ യാത്ര. ഒരു 45 ദിവസം നമ്മൾ കൊടുക്കും, അല്ലേ? അതെ, അപ്പൊ നമ്മൾ കൊടുക്കും.